ഇന്ദിരാഗാന്ധി കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ മുഹമ്മദ് ഷിയാസ് എംഎൽഎക്ക് സ്വീകരണം നൽകി. ഇന്ദിരാഗാന്ധി കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ മുഹമ്മദ് ഷിയാസ് എംഎൽഎക്ക് സ്വീകരണം നൽകി. മുൻ GCDA ചെയർമാൻ N വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. അത് കഴിഞ്ഞ 2-3 വർഷക്കാലമായിട്ട് വിപുലമായ മെറിറ്റ് ഈവനിങ് നടത്തുന്നുണ്ട്. സാധാരണ എല്ലായിടത്തും ഇപ്പം നാളെ എറണാകുളത്ത് വിനോദ് നടത്തുന്നുണ്ട് സെൻറ്റ് തെരേസാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച്. മറ്റന്നാൾ ഹൈബി ഈഡൻ MP എന്നുള്ള രീതിയിൽ രാജഗിരിയിൽ നടത്തുന്നുണ്ട്. പക്ഷെ കൊച്ചിയിൽ നമുക്കറിയാൻ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് നമുക്ക് അങ്ങനെ ഒരു റെപ്രസെൻറ്റേഷൻ ഇല്ല. MLA എന്നുള്ള രീതിയിൽ അത്തരം പരിപാടികൾ നടത്തുന്നതിനുള്ള സാധ്യതകൾ ഇല്ലായിരുന്ന സമയത്ത് 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും പഠിച്ച കുട്ടികൾ ഏറ്റവും നല്ല മാർക്ക് വാങ്ങിച്ചപ്പോൾ ആ കുട്ടികളെ ആദരിക്കുക എന്നുള്ളതിനോടൊപ്പം ഏറ്റവും കൂടുതൽ A+ കിട്ടിയ മുഴുവൻ കുട്ടികളെയും ജയിപ്പിച്ച സ്കൂളുകൾക്ക് ഷീൽഡ് കൊടുക്കുന്ന ഒരു ചടങ്ങ് കൂടി. കഴിഞ്ഞ വർഷം അതിന് ഞാൻ ജസ്റ്റിസ് കമാൽ ബാഷ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം ഞാനുമായിട്ട് അടുത്ത സൗഹൃദം പുലർത്തുന്ന ഒരാളാണ്. അദ്ദേഹം വന്ന് ആ പരിപാടി അത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിരുന്നു. വളരെ നല്ലൊരു സ്റ്റാൻഡേർഡ്. കാരണം ഈ കുട്ടികളെ ആദരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ, അതുപോലെ തന്നെ സ്കൂളുകളെ ആദരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിനകത്തുള്ളൊരു മഹത്വം. KM റഹീം അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ റഹീന റഫീഖ്, മുൻ നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ആന്റണി കുരിത്തറ, അഗസ്റ്റസ് സിറിൽ, AM അയ്യൂബ്, സമദ് തുടങ്ങിയവർ സംസാരിച്ചു. സംഘടനാ പ്രവർത്തനം നടത്തി. പിന്നീട് DCC വൈസ് പ്രസിഡന്റായി. വിനോദ് DC പ്രസിഡന്റായിരുന്ന സമയത്ത് വിനോദിനെ സഹായിക്കാനായി മുഴുവൻ സമയം എന്നോടൊപ്പം നിന്നു. അപ്പോൾ അതൊരു പാഷനാണ്. സംഘടനാ പ്രവർത്തനം ഒരു പാഷനാക്കി എടുത്ത ഒരാളെന്നുള്ള രീതിയിലും കോൺഗ്രസിൻ്റെ ആശയങ്ങൾ മനസ്സിലുള്ളത് കൊണ്ടും അങ്ങനെ ഒരു കോൺഗ്രസ് കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടും നമ്മൾ പിന്നെ നോക്കാതെ പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ടും നമുക്ക് ആ രീതിയിൽ DCC പ്രസിഡന്റായി വന്നപ്പോഴും പ്രതിസന്ധിയുടെ കാലഘട്ടമാണ്. നമുക്കറിയാം, ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് ഈ കഴിഞ്ഞ 5 വർഷക്കാലം നമ്മൾ മുന്നോട്ട് പോയത്. വലിയ ആശങ്കയായിരുന്നു. രണ്ടാമതും പ്രതിപക്ഷത്തായപ്പോൾ നമ്മുടെ ആളുകൾക്കിടയിൽ മനസ്സിലൊരു വലിയ ആശങ്കയുണ്ടായി. ഇനി കോൺഗ്രസ് വരൂ, കോൺഗ്രസിൻ്റെ ഭാവി എന്തായിരിക്കും, എല്ലാവരും BJPയിലേക്ക് പോകും, CPMലേക്ക് പോകും. അങ്ങനെ കോൺഗ്രസിനകത്ത് നിന്ന് പ്രധാനപ്പെട്ട കുറേ ആളുകൾ BJPയിലേക്ക്, അന്നൊരു ചെറിയ തോതിൽ അങ്ങനെ കുറേ പേര് BJPയിലേക്ക്, കുറേ പേര് CPMയിലേക്ക് ഒക്കെ പോകുന്ന ഒരു സാഹചര്യം. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി. ഡിഗ്രിയോ ഡിപ്ലോമയോ എന്തുണ്ടായിട്ടെന്താ, കാര്യങ്ങൾ ജോറായി നടക്കണമെങ്കിൽ നല്ല ജോലി, മികച്ച ശമ്പളവും 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസോട് കൂടി ഇന്ത്യയിലും വിദേശത്തും മികച്ച തൊഴിലവസരങ്ങളുള്ള NCVT സർട്ടിഫിക്കറ്റോട് കൂടിയ ഫിറ്റർ കോഴ്സ്, ടാറ്റ സർട്ടിഫിക്കറ്റോടെ ഓട്ടോമൊബൈൽ ടെക്നീഷ്യൻ കോഴ്സ്, കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടിയ വെൽഡർ കോഴ്സ്, കൂടാതെ വനിതകൾക്കായി കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോട് കൂടിയ വളരെ കുറഞ്ഞ ഫീസിൽ ബ്യൂട്ടീഷ്യൻ കോഴ്സുകൾ ഇനി ജൂബിലി മെമ്മോറിയൽ പ്രൈവറ്റ് ITI നിന്നും പഠിക്കാം.